ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഒരു തെരുവിന്റെ കഥ. നൂറ്റാണ്ടുകൾ പിന്നിട്ട് നാം ഇന്ന് കാണുന്ന കോഴിക്കോട് നഗരമായി രൂപാന്തരം പ്രാപിച്ച ചരിത്രം ഏവരിലും കൗതുകമുണർത്തും. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തികളെയും പ്രദേശങ്ങളെയും സംഭവ വികാസങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു തെരുവിന്റെ കഥ എന്ന ഈ പരമ്പരയിലൂടെ. കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ ഈ മാസം 18-നുണ്ടായ തീപിടുത്തം നഗരത്തിലെ കെട്ടിടങ്ങൾ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളും നമ്മുടെ അഗ്നിശമന സംവിധാനങ്ങളും വീണ്ടും ചർച്ചയാവാൻ കാരണമായി. നഗരവാസികളുടെ പല ആഘോഷവേളകളെയും കണ്ണീരിലാഴ്ത്തിയ ചില തീപിടുത്തങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. 2007 വിഷു ആഘോഷത്തിന്റെ തിരക്കിനിടെ സംഭവിച്ച മിഠായി തെരുവിനോട് ചേർന്നുള്ള മൊയ്തീൻ പള്ളി റോഡിലെ തീപിടുത്തം, അതിനും വർഷങ്ങൾക്ക് മുൻപ് 1995 ഒരു റംസാൻ കാലത്ത് നടന്ന മിഠായി തെരുവിലെ തന്നെ മറ്റൊരു തീപിടുത്തം എന്നിവ ഉദാഹരണങ്ങളാണ്. കോഴിക്കോടിന്റെ കൊളോണിയൽ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും തീപിടുത്തം നിരന്തരം തലവേദന സൃഷ്ടിച്ചിരുന്നു എന്ന് കാണാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് കോഴിക്കോട് നഗരത്തിൽ അരങ്ങേറിയ തീപിടുത്തങ്ങളും അക്കാലത്തെ അഗ്നിശമന പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ബ്രിട്ടീഷ് മലബാറിനെ കുറിച്ച് ഇന്നലകളിലെ കോഴിക്കോട്, കോഴിക്കോടിന്റെ പൈതൃകം, മിഠായി തെരുവ് എന്നീ പുസ്തകങ്ങളിലൂടെ നമുക്ക് പരിചിതനായ അഡ്വക്കേറ്റ് TB സെലുരാജാണ് ഇന്ന് നമ്മോടൊപ്പം. 17 വർഷത്തോളം കോഴിക്കോട് ആർക്കൈവിൽ ചെലവഴിച്ച് ബ്രിട്ടീഷ് ഭരണ രേഖകളെ അടിസ്ഥാനമാക്കിയുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ കേൾക്കാം. അഗ്നിഭയം എന്ന വാക്കാണ് പൊതുവെ തീപിടുത്തത്തിന് പറയുക. അപ്പം അന്നൊക്കെ തീപിടുത്തം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ആൾക്കാരെ അറിയിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും, മുനിസിപ്പൽ കൗൺസിലിനെ അറിയിക്കും. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഉള്ള രീതിയിലുള്ള അഗ്നിശമന രീതികളൊന്നുമില്ല. കുറച്ച് പാത്രത്തിൽ, മൺപാത്രത്തിൽ വെള്ളം നിറച്ച് വയ്ക്കും. പിന്നെ ഈ തീപിടുത്ത സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ നിന്ന് പാത്രങ്ങൾ വാങ്ങിച്ച് വെള്ളം എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ പലപ്പോഴും വരുന്നത് ഈ പാത്രങ്ങൾ മടക്കി കിട്ടില്ല എന്നുള്ള കംപ്ലൈൻറ്റ് അക്കാലത്ത് സ്ഥിരമായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വഹിച്ചിട്ടുണ്ട്. അതതിൻ്റെ തമാശ. ഇത് 3 മൺപാത്രം കണ്ടില്ല, അല്ലെ 10 മൺപാത്രം എനിക്ക് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വീടുകൾ അക്കാലത്ത് ഓല കൊണ്ടാണ്. അപ്പം അന്ന് ഈ ഓല വീടുകൾ അടുത്തുണ്ടാവുക എന്ന് പറയുന്നത് ബസാറുകളിൽ മാത്രമാണ്. അതുപോലെ തന്നെ അഗ്രഹാരങ്ങളിൽ, അതുപോലെ മീൻചാപ്പകൾ, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലത്താണ് അടുത്തടുത്ത് വീടുകൾ ഉണ്ടാവുക. അപ്പോൾ ഒരഗ്രഹാരം എന്ന് പറഞ്ഞാൽ 250-300 വീടുകളുണ്ടാവും. അതുപോലെ തന്നെ ബസാറുകൾ. കോഴിക്കോടിനെ സംബന്ധിച്ചോളം ബസാർ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഫേമസ് ആയിട്ട് കാണുന്നത് വലിയങ്ങാടിയാണ്. കോഴിക്കോട്ട് അങ്ങാടി എന്നാണ് പറയുക. പക്ഷേ ഈ കോഴിക്കോട്ട് അങ്ങാടി എന്ന് പറയുന്ന വാക്കിൽ മിഠായി തെരുവ് പ്ലസ് വലിയങ്ങാടിയാണ്. അപ്പോൾ ഇതിനൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയും കിട്ടില്ല. ഒരു വർഷത്തിൽ 30ഓളം തീപിടുത്തങ്ങൾ ഉണ്ടാകാറുണ്ട് പൊതുവെ എന്നാണ് പറയുന്നത്. അന്ന് നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഇന്നത്തെ പോലത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല. ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കളക്ടർമാരുടെ കയ്യിലാണ്. അപ്പോൾ കനൂലി എന്ന കളക്ടർക്കാണ് ആദ്യമായിട്ട് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഈ കോഴിക്കോടൻ ജനതയെ രക്ഷപ്പെടുത്തണമെന്ന് തോന്നിയത്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇത് ഓടിടുക, ഓടിട്ടിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് 1000 രൂപ തരാം, 5 വർഷങ്ങൾ കൊണ്ട് മടക്കി തന്നാൽ മതി. അതുപോലെ എല്ലാ വർഷവും 300 രൂപ നിങ്ങൾക്ക് റിപ്പയറിനും തരാം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ കോഴിക്കോട് അങ്ങാടി എന്ന് പറയുന്ന വലിയങ്ങാടിയും മിഠായി തെരുവൊക്കെ ഓടിട്ടത്. ഇങ്ങനെ ഓടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തീപിടുത്തം കുറച്ച് കുറയ്ക്കാൻ പറ്റി. ഇങ്ങനെ ഒരു ഓഫർ വയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ബ്രിട്ടീഷ് കത്തുകളിലൊക്കെ വ്യക്തമാണ് ഈ ലാൻഡ് ലോഡ് എന്ന് പറയുന്നത് അവരൊരിക്കലും ധനികരായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഹെൽപ്പ് ചെയ്താൽ, നമ്മളിങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ ഭംഗിയും കിട്ടും സ്ട്രീറ്റിന്, അതിന് പുറകെ തീപിടുത്തം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ കനൂലി ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മംഗലാപുരം ടൗണിൽ ഇത് സർക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കനൂലി പറയുന്ന ഒരു വാക്കുണ്ട്, മംഗലാപുരത്തിന് ടൗണിനേക്കാൾ വലിയ ടൗണാണ് കോഴിക്കോട് ടൗൺ. ആദ്യകാലത്ത് ഈ ഓടിടുക എന്ന് പറയുന്നത് രാജവംശത്തിനും അതുപോലെ തന്നെ
ആരാധനാലയങ്ങൾക്കും മാത്രമുള്ള ഒരു അവകാശമായിരുന്നു. സാധാരണക്കാരന് ഓടിടാനുള്ള അവകാശമൊന്നുമില്ല. 1914 ഈ വീടുകൾ ഓടിടണം എന്നുള്ള നിയമം മുനിസിപ്പൽ കൗൺസിൽ കൊണ്ടുവരുന്നത്. ചൊക്രൻ വളപ്പിലുണ്ടായ ഒരു വൻ തീപിടുത്തത്തെ തുടർന്ന് കോഴിക്കോട് നഗരസഭ ചില തീരുമാനങ്ങളെടുത്തു. സ്വന്തമായി വെള്ളം ചാമ്പുന്ന യന്ത്രങ്ങൾ വാങ്ങിക്കുക എന്നതായിരുന്നു അതിലൊന്ന്. ബി ഡിവിഷനിലെ വെള്ളയിലും ഇ ഡിവിഷനിലെ കുണ്ടുങ്ങലിലും പട്ടികകൾ കൊണ്ട് മറച്ച ഓലമേഞ്ഞ വീടുകൾ നിരോധിക്കുവാനും, അഥവാ ഓലയാകുന്ന പക്ഷം ചുവരുകൾ ഇഷ്ടിക കൊണ്ടോ കല്ലുകൊണ്ടോ കെട്ടിയതായിരിക്കണമെന്നും നിഷ്കർഷിക്കുവാനും തീർച്ചപ്പെടുത്തി. വെള്ളം ചാമ്പുന്ന യന്ത്രം സ്വന്തമായപ്പോൾ നഗരസഭ ഇത് വാടകയ്ക്ക് കൊടുത്തതായും കാണാം. 1912 മാർച്ച് 13 എടുത്ത തീരുമാനം ഇങ്ങനെ: തീക്കെടുത്തുന്ന യന്ത്രം പുറമേക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന പക്ഷം ദിവസം 5 ഉറുപ്പിക ഫീസ് ഈടാക്കുവാൻ ഇന്ന് കൂടിയ യോഗം തീരുമാനിക്കുന്നു. വെള്ളം ചാമ്പുന്ന യന്ത്രത്തിന് ഹോസ് എന്ന വെള്ളം വലിക്കുന്ന കുഴൽ ഓക്സൺ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുവാൻ തീർച്ചപ്പെടുത്തിയതായും കാണുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് നമ്മൾ തീ കെടുത്തിയിരുന്നത്. അഡ്വക്കേറ്റ് TB സെലൂരാജ് തുടരുന്നു. നമ്മൾ ആ ഒരു കാലഘട്ടത്തിലെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന കത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാർ ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾക്ക് ഓടിടാൻ കഴിയില്ല, അല്ലെങ്കിൽ 6 മാസത്തേക്കൂടെ ഞങ്ങൾക്ക് സമയം തരണം, 3 മാസത്തേക്ക് സമയം തരണം എന്നൊക്കെ പറഞ്ഞുള്ള കുറേയേറെ അപേക്ഷകൾ കാണാം. ഈ പാത്രങ്ങൾക്ക് അക്കാലത്ത് പറഞ്ഞിരുന്ന വ്യാളതികൾ എന്ന വലിയ പാത്രങ്ങൾക്കായിരിക്കാം വ്യാളതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യാളതികൾ സൂക്ഷിക്കുന്നതിന് 15 രൂപ തരൂ, 20 രൂപ തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുനിസിപ്പൽ കൗൺസിലിൻ്റെ കത്തുകളുണ്ട്. മുനിസിപ്പൽ കൗൺസിൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വ്യാളതികൾ അല്ലെങ്കിൽ ഈ ബക്കറ്റുകളിൽ വെള്ളം നിറച്ചിട്ട് 3-4 തൊഴിലാളികളെ കോർപ്പറേഷൻ ഓഫീസിൽ രാത്രി വയ്ക്കും. ഏതെങ്കിലും ഒരാൾ ഓടിക്കതച്ചിട്ട് തീ പിടിച്ചു എന്ന് പറയുക ചെയ്യുക. അപ്പോൾ ഇവരെന്താന്ന് പറഞ്ഞാൽ ഈ വെള്ളം നിറച്ച ഈ വ്യാളതികൾ എന്ന് പറഞ്ഞാൽ മൺപാത്രങ്ങളുമായിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുക ചെയ്യുന്നു. ഇതിന് പിന്നെ ഒരു മാറ്റം, കുറച്ചുകൂടെ ഒരു പ്രോഗ്രസീവായിട്ട് വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിൽവേ തുടങ്ങി. നമ്മുടെ ചാലിയം ടെർമിനൽസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ റെയിൽവേക്കൊരു വെള്ളം ചാമ്പുന്ന മെഷീൻ, അപ്പോൾ അങ്ങനെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിഷൻ ഹൗസിന് ഈ മിഷൻ ഹൗസ് എന്ന് പറയുന്നത് ജർമ്മൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് കോമൺവെൽത്ത് ഫാക്ടറിയോടനുബന്ധിച്ച് ഒരു റൂമുണ്ടായിരുന്നു, ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതിനാണ് മിഷൻ ഷോപ്പ് എന്ന് പറയുന്നത്. മിഷൻ ഷോപ്പുകാർക്കും ഇതേപോലെ ഒരു ചെറിയൊരു, ഇത് നിങ്ങൾ വിചാരിക്കുന്ന വലിയ മെഷീനൊന്നുമല്ല, തീ കെടുത്താനുള്ള വലിയ മെഷീനൊന്നുമല്ല, ഒരു സൈഫനും ഒരു ഓസും വെച്ചിട്ടുള്ള ചെറിയൊരു സംഭവം. ഇതാണ് ഇവരുടെ കയ്യിലുള്ള വലിയ സംഭവം. ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ KP കേശവനന്റെ ബിലാത്തി വിശേഷം എന്ന പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ബിലാത്തി വിശേഷത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് 1916 ആദ്യമായിട്ട് അദ്ദേഹം ഒരു ഫയർ എഞ്ചിൻ കാണുന്നത് ഇംഗ്ലണ്ടിൽ ഒരു സന്ദർശനത്തിന് പോയപ്പോൾ. അത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മണി ശബ്ദം കേട്ടു, ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാർ ആൾക്കാരൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്, പിന്നെ റോഡ് ക്ലിയർ ആക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ 3-4 കുതിര കെട്ടിയ വണ്ടികൾ വെള്ളം നിറച്ച പാത്രവുമായിട്ട് പ്രത്യേക വേഷം ധരിച്ച കുറച്ച് ആൾക്കാരുമായ ഒരു 4-5 കുതിരവണ്ടികൾ വന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് ഫയർ എഞ്ചിൻ തീ കെടുത്തതെന്ന് പറഞ്ഞ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1916 പോലും നമ്മുടെ കോഴിക്കോടൊന്നും ഫയർ എഞ്ചിനില്ല. ഫയർ എഞ്ചിൻ ആദ്യമായിട്ട് ലോകത്ത് വരുന്ന 1905. ഇത് സ്പ്രിംഗ്ഫീൽഡ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. 1916 KP കേശവനൻ കണ്ട ഫയർ എഞ്ചിൻ്റെ രൂപം ഇതാണെങ്കിൽ 1905 പറയണ്ടല്ലോ. അപ്പോൾ അത് വെറും പ്രാകൃതമായ രീതികളാണ്. പിന്നീടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ഫയർ എഞ്ചിനൊക്കെ വന്നത്. തീ കെടുത്തുക എന്നത് പോലീസ് സേനയുടെയും മുനിസിപ്പൽ കൗൺസിലിൻ്റെയും ഒരു കടമയായിട്ടാണ് ജനം കരുതിയിരുന്നത്. ഇതിനായി പോലീസ് സേനയും നഗരസഭയും വാളതികകളിൽ വെള്ളം നിറച്ച് ശേഖരിച്ചു വെച്ചു. 1896 ഫെബ്രുവരി 26 നഗരത്തിലെ പോലീസ് ഇൻസ്പെക്ടർ നഗരസഭാ ചെയർമാൻ എഴുതിയ കത്ത് തന്നെ നോക്കുക. പൊടുന്നനെ അഗ്നിബാധയുണ്ടാകുന്ന പക്ഷം ഉപയോഗിപ്പാനായി 24 വാളതികകൾ ഞങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരിക്കേണ്ടതിലേക്ക് ഉടനെ അനുവാദം തരിക. വളരെ പ്രാകൃതമായിട്ടായിരുന്നു തീ കെടുത്തുവാനുള്ള മാർഗങ്ങൾ എന്നത് നഗരസഭ തന്നെ ഒരു യോഗത്തിൽ വിലയിരുത്തുന്നുണ്ട്. വെള്ളയിൽ ഈയിടെയുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് 200 രൂപ ധനസഹായം കൊടുക്കുവാൻ തീർച്ചപ്പെടുത്തി. തീ പിടിക്കുന്ന അവസരത്തിൽ വേണ്ടത് ചെയ്യുവാൻ കൗൺസിലിന് യാതൊരു ഉപകരണങ്ങളുമില്ല. അതിനാൽ 1/2 ഡജൻ
തീക്കെടുത്തുന്ന ട്യൂബുകളും ഒരു പൈപ്പും വാങ്ങി തീക്കെടുത്തുന്ന പ്രവൃത്തിയെ കുറേ മുനിസിപ്പൽ കൗൺസിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് പരിശീലിപ്പിക്കുവാൻ ഈ യോഗം തീരുമാനിക്കുന്നു. തീപിടിക്കുന്ന അവസരത്തിൽ സഹായങ്ങൾ ചെയ്യേണ്ട ആവശ്യത്തിലേക്കായി ഒരു ഡ്രൈവറെ ലോറി നിറയെ വെള്ളം നിറച്ച വീപ്പകളുമായി ഈ നഗരസഭാ ഓഫീസിൽ രാത്രി തങ്ങേണ്ടതാണെന്നും തീരുമാനിച്ചു. ഡ്രൈവർക്ക് ഓരോ രാത്രിക്കും 4 അണ വീതം അലവൻസ് കൊടുക്കുവാനും തീർച്ചപ്പെടുത്തി. കോഴിക്കോട് ഒരു നഗരമായി രൂപാന്തരപ്പെട്ടതിൻ്റെ ചരിത്രാന്വേഷണം തുടരും. നമ്മളോടൊപ്പം ഇന്നുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് TB സെലൂരാജ്. ഒരു തെരുവിൻ്റെ കഥ. ഓപ്പൺ ഫോറം. തുറസിൻ്റെ തുറമുഖങ്ങൾ.